നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലും ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം അലയടിക്കുന്നു. പടിഞ്ഞാറൻ ലണ്ടനിലെ ഇറാൻ എംബസിക്ക് മുന്നിൽ കനത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരാൾ എംബസിയുടെ ബാൽക്കണിയിലേക്ക് കയറി ഇറാൻ പതാക കീറിമാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എംബസിക്ക് മുന്നിൽ ഇറാനിയൻ പതാകകൾ വീശിയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധക്കാർ. ബ്രിട്ടന് അപ്രതീക്ഷിത തിരിച്ചടിയുമായി UAE. സർക്കാർ സ്കോളർഷിപ്പിൽ പഠിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ബ്രിട്ടനിലെ സർവകലാശാലകളെ UAE നീക്കം ചെയ്തു. നടപടി മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളിൽ കുട്ടികൾ സ്വാധീനിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. മുസ്ലിം ബ്രദർഹുഡ് ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ മത പ്രസ്ഥാനമായ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളും വിലയിരുത്തലുകളും നേരിടുന്ന സംഘടന. UK സർക്കാർ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നു. നടപടി ബ്രിട്ടനിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്പീഡ് ക്യാമറകളും വേഗത പരിധിയും കർശനമായി നടപ്പിലാക്കാൻ നിർദ്ദേശം. ഈ ആധുനിക ക്യാമറകൾ വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കുന്നത് റോഡ് മാർക്കിംഗ് ഉപയോഗിച്ച് ചിത്രങ്ങൾ തെളിവിനായി ശേഖരിക്കും. ഇറാനിൽ ശക്തമാകുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പിന്തുണയ്ക്ക് പിന്നാലെ ഇറാന് താക്കീതുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങൾ വെടിപൊട്ടിക്കും എന്ന് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭക്കാർക്ക് വേണ്ടി ഇടപെടാൻ മടിക്കില്ലെന്നും ട്രംപ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനാവകാശവാദവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിച്ചത് താനാണ്. സമാനമായ 8 യുദ്ധങ്ങൾ നിർത്തിച്ചു. ഓരോ യുദ്ധത്തിനും ഓരോ നൊബേൽ സമ്മാനം നൽകേണ്ടതാണെന്നാണ് പുതിയ വാദം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തോട് പുതിയ ആവശ്യവുമായി കേരളം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കുറവ് വരുത്തിയതുകൊണ്ടുണ്ടായ 21,000 കോടി രൂപയുടെ കമ്മി പരിഹരിക്കാനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം. ആവശ്യമുന്നയിച്ചത് സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി KN ബാലഗോപാലൻ. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കനത്ത നടപടിക്കൊരുങ്ങിയ നിയമസഭ. അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംഷീർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. തുടർച്ചയായ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകും. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനാവില്ല, നിയമപരമായി നേരിടും. സ്വന്തം പാർട്ടിക്കാരെ വളണ്ടിയർമാരാക്കി സർക്കാരിൽ നിന്നും ശമ്പളം നൽകി സർക്കാരിന്റെ നേട്ടങ്ങൾ ലഘുരേഖകളാക്കി ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണെന്ന് വിമർശനം. വാർത്തകൾ വിശദമായി. ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ലണ്ടനിലെ ഇറാൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ഒരാൾ എംബസിയുടെ ബാൽക്കണിയിലേക്ക് കയറുകയും ഇറാൻ പതാക കീറിമാറ്റുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എംബസിക്ക് മുന്നിൽ ഇറാനിയൻ പതാകകൾ വീശിയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധക്കാർ രംഗത്തെത്തി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. ഒരാളെ അടിയന്തര സേവന ജീവനക്കാരനെ ആക്രമിച്ചതിനും മറ്റൊരാളെ ഗുരുതരമായ അതിക്രമത്തിനുമാണ് അറസ്റ്റ് ചെയ്തത്. അതിക്രമം നടത്തിയതായി സംശയിക്കുന്ന മറ്റൊരാളെയും തേടി അന്വേഷണം നടക്കുകയാണ്. ക്രമസമാധാനം നിലനിർത്താൻ അധിക പോലീസ് സംഘത്തെ വിന്യസിച്ചതായും പ്രതിഷേധം സുരക്ഷിതമായി നിയന്ത്രിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. എംബസിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രദേശത്ത് പോലീസ് തുടരുകയാണെന്നും അറിയിച്ചു. പിന്നീട് എംബസിയുടെ X അക്കൗണ്ടിൽ പതാക വീണ്ടും സ്ഥാപിച്ചിരുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 28-ന് ഇറാൻ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ 13ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ലണ്ടനിൽ മേൽപ്പറഞ്ഞ സംഭവങ്ങൾ അരങ്ങേറിയത്. 2 മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കു പ്രകാരം ഇതുവരെ കുറഞ്ഞത് 50 പ്രതിഷേധക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കെൻസിംഗ്ടണിൽ നടന്ന പ്രതിഷേധത്തിൽ ഇറാനിലെ അവസാന ഷായുടെ നാടുകടത്തപ്പെട്ട മകൻ റേസ പഹ്ലവിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയവരുമുണ്ടായിരുന്നു. ഇറാനിലെ നിരവധി പ്രതിഷേധക്കാർ രാജഭരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളെ കുഴപ്പം സൃഷ്ടിക്കുന്നവർ എന്ന് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി വിമർശിച്ചു. അതേസമയം ആക്രമണങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് UK പ്രധാനമന്ത്രി കീർ സ്റ്റാമർ, ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രിഡ്രിച്ച് മെർസ് എന്നിവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇറാനിൽ നിലവിൽ ഇന്റർനെറ്റ് ബ്ലാക്കൌട്ട് തുടരുന്നതിനാൽ അവിടുത്തെ സംഭവ വികാസങ്ങൾ അധികം പുറം ലോകം അറിയുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ സ്കോളർഷിപ്പിൽ പഠിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ബ്രിട്ടനിലെ സർവകലാശാലകളെ UAE നീക്കം ചെയ്തു. മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളിൽ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മുസ്ലിം ബ്രദർഹുഡ് ഒരു ഇസ്ലാമിക് രാഷ്ട്രീയ മതപ്രസ്ഥാനമായി വിവിധ രാജ്യങ്ങളിൽ
വ്യത്യസ്ത നിലപാടുകളും വിലയിരുത്തലുകളും നേരിടുന്ന സംഘടനയാണ്. UAE ഉയർന്ന വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം വിദേശ പഠനത്തിന് അംഗീകൃത സർവകലാശാലകളും വിഷയങ്ങളും ഉൾപ്പെടുത്തിയ ഓരോ വർഷവും ഒക്ടോബറിൽ പട്ടിക പുതുക്കാറുണ്ട്. 2026 പ്രവേശനത്തിനുള്ള പട്ടികയിൽ ഇന്ത്യ, US, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും UK ഒഴിവാക്കിയതായാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഇതുവരെ UAE-യിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പഠന കേന്ദ്രമായിരുന്നു ബ്രിട്ടൻ. 2023-24 അധ്യയന വർഷത്തിൽ ഇവിടെ നിന്നുള്ള 8535 വിദ്യാർത്ഥികളാണ് UK-യിൽ പഠിച്ചിരുന്നത്. 2018-നെ അപേക്ഷിച്ച് ഇത് 87% വർധനവാണ്. ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ പട്ടികയിൽ ഇല്ലാത്തതിനെ കുറിച്ച് UK അധികൃതർ വിശദീകരണം തേടിയപ്പോൾ ഇത് അശ്രദ്ധ മൂലമല്ലെന്നും UAE അധികൃതർ വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്യാമ്പസുകളിൽ കുട്ടികൾ തീവ്രവാദ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് കാരണം UK-യിലേക്കുള്ള ഫണ്ടിംഗ് വെട്ടിക്കുറച്ചത്. എന്നാൽ സ്വകാര്യ ചിലവിൽ കുട്ടികളെ UK-യിലേക്ക് അയക്കുന്നതിന് തടസ്സമില്ല. 2014 മുസ്ലിം ബ്രദർഹുഡിനെ UAE ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം 2014 UK സർക്കാർ നിയോഗിച്ച അവലോകനം സംഘടനയുടെ ആശയം ബ്രിട്ടീഷ് മൂല്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധം എന്നിവ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. UK ഇതുവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. വിഷയത്തിൽ പ്രതികരിച്ച ഹോം ഓഫീസ് വക്താവ് എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തിനും UK-യിൽ സ്ഥാനമില്ലെന്നും പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ശക്തമായ നിയമങ്ങളും അന്താരാഷ്ട്ര സഹകരണവും തുടരുമെന്നും വ്യക്തമാക്കി. ബ്രിട്ടനിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ UK സർക്കാർ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നു. ഇതിന്റെ ഭാഗമായി സ്പീഡ് ക്യാമറകളും വേഗത പരിധിയും കർശനമായി നടപ്പാക്കുന്നതിനായി നിർദ്ദേശം നൽകി. റഡാർ അല്ലെങ്കിൽ റോഡ് മാർക്കിംഗ് ഉപയോഗിച്ചാണ് ഈ ആധുനിക ക്യാമറകൾ വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കുന്നത്. ഒപ്പം തെളിവിനായി ചിത്രങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ബ്രിട്ടനിൽ പ്രതിവർഷം 1600-ലധികം പേർ റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സ്പീഡ് ക്യാമറകളും വേഗതാ പരിധി കർശനമായി നടപ്പിലാക്കപ്പെടുന്നതും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സ്പീഡ് ക്യാമറകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് പല ഡ്രൈവർമാർക്കും അറിയില്ല. ക്യാമറയെപ്പറ്റി അറിഞ്ഞാലും ഇല്ലെങ്കിലും വേഗതാ പരിധി ലംഘിച്ചാൽ പിഴ നോട്ടീസും പെനാൽറ്റി പോയിന്റും ചിലപ്പോൾ കോടതി കയറുന്ന സാഹചര്യം വരെ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. റഡാർ അല്ലെങ്കിൽ റോഡ് മാർക്കിംഗ് ഉപയോഗിച്ചാണ് ഈ ആധുനിക ക്യാമറകൾ വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കുന്നത്. ഒപ്പം തെളിവിനായി ചിത്രങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പഴയ ക്യാമറകൾ ചിത്രങ്ങൾ പിടിക്കുന്നതിനായി ഫിലിമുകൾ ഉപയോഗിച്ചിരുന്നപ്പോൾ പുതിയവ പൂർണ്ണമായും ഡിജിറ്റലാണ്. മാത്രമല്ല അനേകം മൈലുകൾ വരെ ഇവയ്ക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കുവാനും സാധിക്കും. വാഹനത്തിന്റെ വേഗത, സമയം, വേഗത പരിധി ലംഘിച്ച സ്ഥലം, വാഹന രജിസ്ട്രേഷൻ, സ്ഥലത്തെ വേഗത പരിധി എന്നിവ ഈ ക്യാമറകൾ രേഖപ്പെടുത്തും. ചില സമയങ്ങളിൽ ഇവ ഡ്രൈവറുടെയും യാത്രക്കാരുടെയും വ്യക്തമായ ചിത്രങ്ങളും നൽകും. പരക്കെ വിശ്വസിച്ചിരിക്കുന്നത് പോലെ 10% +2 MPH എന്നത് നിയമത്തിൽ ഇല്ല. മണിക്കൂറിൽ 30 മൈൽ വേഗതാ പരിധിയിൽ റോഡിൽ മണിക്കൂറിൽ 35 മൈൽ വേഗത വരെ എടുക്കാം എന്നത് കേവലം ഒരു മിത്ത് മാത്രമാണെന്ന് വിദഗ്ധർ പറയുന്നു. പരിധിക്ക് പുറത്ത് 1 മൈൽ വേഗതയിൽ പോയാൽ പോലും സാങ്കേതികമായി നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നതോർക്കുക. 10% +2 മൈൽ എന്നത് ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന ഒന്നാണ്. അല്ലാതെ അത് നിയമം അനുശാസിക്കുന്ന കാര്യമല്ല എന്ന് നാഷണൽ പോലീസ് ചീഫ് കൗൺസിലർ വ്യക്തമാക്കുന്നു. അതുപോലെ പോലീസ് വാഹനങ്ങൾ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ആയിരിക്കണം നിർത്തിയിടേണ്ടത് എന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. ഇരുളിൽ നിന്നും തന്റെ ജോലി നിർവഹിക്കുന്നതിന് ഒരു നിയമവും ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്നില്ല. എന്നാൽ സാധാരണയായി അവർ അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രം. അതുപോലെ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് എതിരെ വരുന്നവർക്ക് പോലീസിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും നിയമപരമായി തെറ്റാണെന്ന് അറിയുക. 1997 പോലീസ് ആക്ടിലെ സെക്ഷൻ 89 അനുസരിച്ച് ഇത് പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതായി പരിഗണിക്കപ്പെടും. UK-യിലെ ഫുട്പാത്തുകളിൽ യാത്രകൾ ദുഷ്കരമാക്കുന്ന തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് സർക്കാർ വക പണി വരുന്നു. പ്രതിഷേധം ശക്തമായതോടെ പേയ്മെന്റ് പാർക്കിങ്ങിന് പിഴ അടയ്ക്കാനുള്ള അധികാരം ഇംഗ്ലണ്ടിലെ പ്രാദേശിക കൗൺസിലുകൾക്ക് നൽകുമെന്നും സർക്കാർ പ്രഖ്യാപനം. 5 വർഷം മുമ്പ് അന്നത്തെ ടോറി സർക്കാർ ഇത് സംബന്ധിച്ച ഒരു കൺസൾട്ടേഷൻ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്ത 81% വ്യക്തികളും 96% സ്ഥാപനങ്ങളും പറഞ്ഞത് വാഹന ഉടമകൾ ഭാഗികമായോ പൂർണ്ണമായോ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങളുടെ പ്രദേശത്ത് അനുഭവപ്പെടുന്നു എന്നായിരുന്നു.
നിലവിൽ കേവലം 2 വീലുകൾ മാത്രമാണെങ്കിലും പേയ്മെന്റിൽ കയറ്റി പാർക്ക് ചെയ്യുന്ന ലണ്ടനിൽ നിയമവിരുദ്ധമാണ്. അടുത്ത കാലത്ത് സ്കോട്ട്ലൻഡിൽ അവരുടെ ട്രാൻസ്പോർട്ട് ആക്ട് 2019 ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. അത് പ്രകാരം പേയ്മെന്റിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം പ്രാദേശിക കൗൺസിലർക്കുണ്ട്. അംഗപരിമിതിയുടെ കൂട്ടായ്മകൾ ദേശവ്യാപകമായി തന്നെ പേയ്മെന്റ് പാർക്കിങ്ങിനെതിരെ പ്രചാരണം നടത്തിയിരുന്നു. UK-യിൽ നാടുകടത്തുന്നതിനായി തടവിലാക്കിയ അനധികൃത കുടിയേറ്റക്കാർക്ക് നാട് കടത്തപ്പെടുന്നതിന് മുമ്പായി കുളിക്കാൻ 100 മൈൽ യാത്ര ചെയ്യിപ്പിച്ചതായി പ്രിസൺ വാച്ച് ഡോഗുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എഡിൻബർഗ് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഡിറ്റൻഷൻ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്ന കുടിയേറ്റക്കാർക്ക് കുളിക്കാനായി 50 മൈൽ ദൂരെയുള്ള ഗ്ലാസ്ഗോയുടെ തെക്കൻ ഭാഗങ്ങളുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എയർപോർട്ട് ഹോൾഡിംഗ് സെന്ററിൽ കുളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനാലാണ് ഡുങ്ബെൽ എമിഗ്രേഷൻ റിമൂവൽ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് എന്നാണ് ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില കുടിയേറ്റക്കാർക്ക് അവരുടെ വിമാനങ്ങൾക്കായി വിമാനത്താവളത്തിനരികെയുള്ള കേന്ദ്രത്തിൽ 24 മണിക്കൂറിലധികം ചെലവഴിക്കേണ്ടി വന്നതായും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ കുളിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമായി മാറുകയും ചെയ്തു. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന് താക്കീതുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങൾ വെടിപൊട്ടിക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭക്കാർക്ക് വേണ്ടി ഇടപെടാൻ മടിക്കില്ലെന്നും ട്രംപ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. വിലക്കയറ്റത്തിനെതിരായ ജനരോക്ഷം 2 ആഴ്ച പിന്നിടവേ പൊതുമുതൽ നശിപ്പിക്കുന്നത് തുടർന്നാൽ സൈന്യമിറങ്ങുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനു സമീപം ബെഹാറിസ്ഥാൻ പട്ടണത്തിൽ സായുധരായ 100ഓളം കലാപകാരികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. വിവിധ ഇടങ്ങളിൽ 22 കെട്ടിടങ്ങൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടു. ഇന്റർനെറ്റ് നിരോധനത്തിന് പുറമെ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിലക്കുള്ളതിനാൽ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ സ്ഥിതി വ്യക്തമല്ല. 21 പോലീസുകാർ അടക്കം 72 പേർ കൊല്ലപ്പെട്ടു എന്നാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക്. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു. അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വെടിവെപ്പ് പരമ്പരയിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിലായാണ് വെടിവെപ്പ് നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായും പ്രദേശത്ത് ഇനി ഭീഷണിയില്ല എന്നും നിയമസംരക്ഷണ ഏജൻസികൾ വ്യക്തമാക്കി. ക്ലേ കൗണ്ടി ഷെരീഫ് എഡി സ്കൂട്ട് ഫേസ്ബുക്കിൽ നൽകിയ പ്രസ്താവനയിൽ അലബാമ അതിർത്തിക്ക് സമീപമുള്ള വെസ്റ്റ് പോയിന്റ് പട്ടണത്തിൽ നടന്ന അക്രമത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായി അറിയിച്ചു. ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും നിയമസംരക്ഷണ വിഭാഗങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതോടെ അറിയിക്കാമെന്നും ഷെരീഫ് പറഞ്ഞു. സമാധാനത്തിനായുള്ള നൊബേൽ സമ്മാനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിവെച്ചത് താനാണെന്ന് 70ഓളം തവണ നടത്തിയ അവകാശവാദം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. പലതവണ ഇന്ത്യ ഈ അവകാശവാദം നിഷേധിച്ചിരുന്നു. സമാനമായ 8 യുദ്ധങ്ങൾ നിർത്തിവെച്ചതായും അവകാശപ്പെട്ട ട്രംപ് ഓരോ യുദ്ധത്തിനും ഓരോ നൊബേൽ സമ്മാനം നൽകേണ്ടതാണ് എന്നും വാദിച്ചു. എന്തിനാണ് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നൊബേൽ കൊടുത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഇത്തവണ സമാധാന നൊബേൽ ലഭിച്ച വെനിസുലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയെ കാണാൻ കാത്തിരിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. നൊബേൽ ട്രംപിനു നൽകാൻ ആഗ്രഹിക്കുന്നതായി മച്ചാഡോ പറഞ്ഞിരുന്നു. എന്നാൽ സമ്മാനം കൈമാറാൻ അനുവദിക്കില്ലെന്നും നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 120.98 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.15 യൂറോ, 1 US ഡോളർ 90.27 ഇന്ത്യൻ രൂപ, 1 യൂറോ 105.01 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.34 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 64.86 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കരോർ കേസിൽ TVK അധ്യക്ഷനും നടനുമായ വിജയ് നാളെ ദില്ലി CBI ഓഫീസിൽ ഹാജരാകും. രാവിലെ 11 മണിക്ക് ഓഫീസിൽ എത്തുമെന്നാണ് വിവരം. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് പ്രധാനമായും CBI പരിശോധിക്കുന്നത്. നേരത്തെ പാർട്ടി ഭാരവാഹികളിൽ നിന്നും CBI വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിജയിയെ ചോദ്യം ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഇന്നലെ വിജയിയുടെ പ്രചരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് CBI അന്വേഷണം ആരംഭിച്ചത്.
വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വിജയ് ചിത്രം ജനനായകന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. 500 കോടിയോളം മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വൻ നഷ്ടം നേരിടുകയാണെന്നും കേസ് നാളെ പരിഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. കേസ് 21-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനിടെ സെൻസർ ബോർഡിനെതിരെ കമൽഹാസൻ MP രംഗത്തെത്തി. സർട്ടിഫിക്കേഷൻ നടപടികൾ സമൂല മാറ്റം വേണമെന്നും സർട്ടിഫിക്കേഷന് സമയപരിധി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ട കമൽ മാറ്റങ്ങൾക്കായി ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയമാണെന്നും പറഞ്ഞു. അതേസമയം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ശിവകാർത്തികേയൻ ചിത്രം പരാശക്തി റിലീസ് ചെയ്തു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഇൻപനിധിയുടെ റെഡ് ജെയിന്റ് മൂവീസ് ആണ് പരാശക്തിയുടെ വിതരണക്കാർ. പൊങ്കലിന് പുതിയ വിജയ് ചിത്രങ്ങളൊന്നും തിയേറ്ററിൽ എത്താത്തതിനെ തുടർന്ന് 2016 പുറത്തിറങ്ങിയ സിനിമ തെരി റിലീസ് ചെയ്യും. പൊങ്കൽ ദിനമായ 15-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ആറ്റ്ലീസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സാമന്തയാണ് നായിക. കേരളത്തിലടക്കം ഷൂട്ടിംഗ് നടത്തിയ ചിത്രം കൂടിയാണിത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കുറവ് വരുത്തിയതുകൊണ്ടുണ്ടായ 21,000 കോടി രൂപയുടെ കമ്മി പരിഹരിക്കുന്നതിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി KN ബാലഗോപാലനാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. 17,000 കോടി രൂപ നേരിട്ട് കടമെടുപ്പ് പരിധിയിൽ വരുത്തിയ കുറവാണ്. ഇതിന് പുറമെയാണ് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം കണക്കാക്കുന്നതിലെ വ്യത്യാസം മൂലമുണ്ടായ 4,250 കോടി രൂപയുടെ നഷ്ടം. GSDP കണക്കാക്കുന്നതിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് കേന്ദ്രം പിന്തുടർന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു മുൻകാല പ്രാബല്യം കൂടി പരിഗണിച്ചാൽ കേരളത്തിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാകാമെന്നും വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വികസന കാര്യങ്ങൾക്ക് ജനാഭിപ്രായം തേടാനെന്ന വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്താണ് ഈ നീക്കം. സ്വന്തം പാർട്ടിക്കാരെ വളണ്ടിയർമാരാക്കി സർക്കാരിൽ നിന്ന് ശമ്പളം നൽകി ഇതുവരെയുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ ലഘുരേഖകളാക്കി ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരും LDFും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിൽ വിരോധമില്ല. എന്നാൽ സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് ഇത് നടത്തേണ്ട. ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തി ഈ പണം പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കും. 10 കൊല്ലം ഭരിച്ചിട്ട് ഇനിയാണോ ജനങ്ങളോട് വികസനത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്? ഇതുവരെയുള്ള സർക്കാരിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പാർട്ടിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. പാർട്ടിക്കാരെ പങ്കെടുപ്പിക്കണമെന്ന് CPM കത്ത് നൽകിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ CATUവും കത്ത് നൽകിയിട്ടുണ്ട്. ഇത് മന്ത്രിയും വകുപ്പിലെ അധികാരികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടി നടക്കില്ല. കോടതി ഉത്തരവ് അനുസരിച്ച് താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്താനാവില്ല. ഒരുപാട് താൽക്കാലിക ജീവനക്കാരുണ്ട്. പാർട്ടിക്കാരെ ഖജനാവിൽ നിന്നും പണം എടുത്ത് സഹായിക്കാൻ CPM നടത്തുന്ന ശ്രമമാണ് ഇത്. ഈ പരിപാടികളിൽ നിന്നും പിന്മാറണമെന്നും വിനയപൂർവ്വം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഇല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ആ പണം പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ കോൺഗ്രസിന് 2 നിലപാടെന്ന് മന്ത്രി P രാജീവ്. കോൺഗ്രസ് രാഹുലിന് പരോക്ഷമായി പിന്തുണ നൽകുന്നുവെന്നും P രാജീവ് കുറ്റപ്പെടുത്തി. ഇതെല്ലാം പൊതുജനം ഗൗരവമായി കാണുന്നുണ്ട് എന്നും MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്ന കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജിവെക്കുന്ന കാര്യത്തിൽ MLAയും MLA നിശ്ചയിച്ച പാർട്ടിയും മാന്യത കാണിക്കണമെന്നും രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി പ്രതികരിച്ചു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും വാദിക്കുന്ന പൊതുപ്രവർത്തകർ ഈ അപമാനത്തിലേക്ക് ചെന്ന് വീഴരുത്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട എല്ലാ മര്യാദകളും രാഹുൽ ലംഘിച്ചുവെന്നും വിമർശിച്ച മന്ത്രി വേണ്ടപ്പെട്ടവർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൊച്ചി മേയറുടെ ലത്തീൻ പിന്തുണ പരാമർശത്തിലും P രാജീവ് വിമർശനം ഉന്നയിച്ചു. UDF സ്ഥാനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം വ്യക്തമായി എന്നാണ് P രാജീവ് പ്രതികരിച്ചത്. സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് പരസ്യമായി പറയുന്നവർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നു. എങ്ങോട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണെന്നും P രാജീവ് പറഞ്ഞു. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നിയമസഭ.
അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്നും സ്പീക്കർ എൻ ഷംഷീർ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതാണ്. അതിൽ സ്പീക്കർക്ക് റോളില്ല. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കും. തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നും AN ഷംഷീർ തിരുവനന്തപുരത്ത് പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പ്രതിഷേധവുമായി DYFIയും യുവമോർച്ചയും രംഗത്തെത്തി. ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. ഇരുവിഭാഗങ്ങളും പ്രതിഷേധവുമായി പ്രദേശത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. പത്തനംതിട്ടയ്ക്ക് പുറമെ പാലക്കാട് BJPയുടെ നേതൃത്വത്തിലും പ്രതിഷേധം ഉണ്ടായി. രാഹുലിന്റെ പാലക്കാട്ടത്തെ MLA ഓഫീസിലേക്കാണ് പ്രതിഷേധം നടന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാഹുലിന്റെ കോലം കത്തിച്ചു. സ്ഥലത്ത് വൻ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട എയർ ക്യാമ്പിൽ 6 മണിക്കൂറിലേറെ നേരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് ചോദ്യം ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നാണ് രാത്രി 12:30 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമാണ് നിലവിൽ വിദേശത്തുള്ള യുവതിയുടെ പരാതി. ഇനി സ്പോർട്സ്. ഇന്ത്യയുടെ ജാവലിൻ ത്രോ ചാമ്പ്യൻ നീരജ് ചോപ്രയും വിഖ്യാത പരിശീലകൻ യാൻ സെലൻസിയും വേർപിരിഞ്ഞു. ഒരു സീസൺ മാത്രം ഒരുമിച്ച ശേഷം പിരിയാനുള്ള കാരണം വ്യക്തമല്ല. 2024 അവസാനമാണ് സെലൻസി ചുമതലയേറ്റത്. അദ്ദേഹത്തിന് കീഴിലാണ് നീരജ് ആദ്യമായി 90 മീറ്റർ മറികടന്നത്. 2025 ദോഹ ഡയമണ്ട് ലീഗിൽ എറിഞ്ഞ ദൂരം 90.23 മീറ്ററാണ്. സെലസ്നിയുടെ കീഴിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചെന്ന് നീരജ് പറഞ്ഞു. എയറിലും സാങ്കേതിക മികവിലും നല്ല മാറ്റം ഉണ്ടാക്കാനായി. ആദ്യമായി 90 മീറ്റർ മറികടക്കാനായതും ഈ കോച്ചിന്റെ കീഴിലാണ്. അടുത്ത വർഷം നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പാണ് പ്രധാന ലക്ഷ്യം. 2028 ഒളിമ്പിക്സിലുണ്ടെന്നും നീരജ് പറഞ്ഞു. നീരജിനെ പോലുള്ള അത്ലറ്റിനെ പരിശീലിപ്പിക്കാനായത് വലിയ അനുഭവമാണെന്നും സെലസ്നി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ നല്ല മാറ്റമുണ്ടായി എന്നും ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക റെക്കോർഡുകാരനായ സെലസ്നി 3 തവണ വീതം ഒളിമ്പിക്സ് ലോക കിരീടങ്ങൾ നേടി. പുതിയ കോച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലും ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം അലയടിക്കുന്നു. പടിഞ്ഞാറൻ ലണ്ടനിലെ ഇറാൻ എംബസിക്ക് മുന്നിൽ കനത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരാൾ എംബസിയുടെ ബാൽക്കണിയിലേക്ക് കയറി ഇറാൻ പതാക കീറിമാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എംബസിക്ക് മുന്നിൽ ഇറാനിയൻ പതാകകൾ വീശിയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധക്കാർ. ബ്രിട്ടന് അപ്രതീക്ഷിത തിരിച്ചടിയുമായി UAE. സർക്കാർ സ്കോളർഷിപ്പിൽ പഠിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ബ്രിട്ടനിലെ സർവകലാശാലകളെ UAE നീക്കം ചെയ്തു. നടപടി മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളിൽ കുട്ടികൾ സ്വാധീനിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. മുസ്ലിം ബ്രദർഹുഡ് ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ മത പ്രസ്ഥാനമായ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളും വിലയിരുത്തലുകളും നേരിടുന്ന സംഘടന. UK സർക്കാർ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നു. നടപടി ബ്രിട്ടനിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്പീഡ് ക്യാമറകളും വേഗത പരിധിയും കർശനമായി നടപ്പിലാക്കാൻ നിർദ്ദേശം. ഈ ആധുനിക ക്യാമറകൾ വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കുന്നത് റോഡ് മാർക്കിംഗ് ഉപയോഗിച്ച് ചിത്രങ്ങൾ തെളിവിനായി ശേഖരിക്കും. ഇറാനിൽ ശക്തമാകുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പിന്തുണയ്ക്ക് പിന്നാലെ ഇറാന് താക്കീതുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങൾ വെടിപൊട്ടിക്കും എന്ന് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭക്കാർക്ക് വേണ്ടി ഇടപെടാൻ മടിക്കില്ലെന്നും ട്രംപ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനാവകാശവാദവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിച്ചത് താനാണ്. സമാനമായ 8 യുദ്ധങ്ങൾ നിർത്തിച്ചു. ഓരോ യുദ്ധത്തിനും ഓരോ നൊബേൽ സമ്മാനം നൽകേണ്ടതാണെന്നാണ് പുതിയ വാദം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തോട് പുതിയ ആവശ്യവുമായി കേരളം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കുറവ് വരുത്തിയത് കൊണ്ടുണ്ടായ 21,000 കോടി രൂപയുടെ കമ്മി പരിഹരിക്കാനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം. ആവശ്യമുന്നയിച്ചത് സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി KN ബാലഗോപാലൻ. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കനത്ത നടപടിക്കൊരുങ്ങിയ നിയമസഭ. അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംഷീർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. തുടർച്ചയായ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകും. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനാവില്ല, നിയമപരമായി നേരിടും.
സ്വന്തം പാർട്ടിക്കാരെ വളണ്ടിയർമാരാക്കി സർക്കാരിൽ നിന്നും ശമ്പളം നൽകി. സർക്കാരിന്റെ നേട്ടങ്ങൾ ലഘുരേഖകളാക്കി ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണെന്ന് വിമർശനം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.